അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിൽ ഫൈസിന ബിറളില്ലാഹി അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദരി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. IML കേരള വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രസ്ഥാന പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത്. നിങ്ങളുടെ അഡ്മിന്മാരും ഇതിൻ്റെ അഭ്യുദയകാംക്ഷികളും വളരെ സ്നേഹസമ്പന്നമായി ക്ഷണിച്ചപ്പോൾ വരാനും പറയാനും സമയം കണ്ടെത്തുക എന്നത് എൻ്റെ ബാധ്യതയായി തീർന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. വളരെ പ്രസക്തമായിട്ടൊരു വിഷയമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളിതിൽ ചർച്ച ചെയ്യുന്നത്. കാലഘട്ടത്തിൻ്റെ ആവശ്യമായി നിലനിൽക്കേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഇന്നലകളിലേക്ക് വെളിച്ചം വീശുന്ന ചില വസ്തുതകൾ നിങ്ങളുടെ മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഏതായിരുന്നാലും നമ്മളൊക്കെ സത്യവിശ്വാസികളാണ്. സത്യവിശ്വാസി എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകളെ പോലെ അല്ല, എല്ലാ വിഷയത്തിലും അള്ളാഹുവിന് കീഴ്പ്പെട്ട് എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിൻ്റെ പ്രീതി കാക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു വിഭാഗമാണ് എന്ന് വളരെ വ്യക്തമായി നമുക്കൊക്കെ അറിയാം. അങ്ങനെയുള്ള ഒരു സമൂഹം എന്ന നിലയിൽ സത്യവിശ്വാസിയുടെ രാഷ്ട്രീയത്തിനും വ്യക്തമായിട്ടുള്ള മതം ഉണ്ടാവണം എന്നത് അത്യന്താപേക്ഷിതവും അനുപേക്ഷണീയവും അനിവാര്യവുമാണ്. ദിവസവും 5 നേരം അള്ളാഹുവിന്റെ മുൻപിൽ നിന്ന് മുനാജാത്ത് നടത്തിയിട്ട് ഇന്ന സ്വലാത്തി വനുസ്കി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നവരാണ് നമ്മൾ. എൻ്റെ ജീവിതം, എൻ്റെ മരണം, എൻ്റെ സകലമാന കർമ്മങ്ങളും ബലിയുമെല്ലാം സർവ്വലോക രക്ഷിതാവായിട്ട് അള്ളാഹുവെ നിനക്കാണ് എന്ന് അള്ളാഹുവിനോട് നേരിട്ട് പറയുന്ന ഒരു ജനവിഭാഗം എന്ന നിലയിൽ രാഷ്ട്രീയത്തിന് മതത്തിൽ നിന്നൊരു വ്യതിരിക്തത പാടില്ല, വ്യത്യാസം പാടില്ല. രാഷ്ട്രീയവും മതവും തമ്മിൽ സമഞ്ജസമായി സമ്മേളിക്കേണ്ട ഒന്നാവണം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ഒരു ദുരന്തം. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പോലെ കുറെ ഒച്ചയും ബഹളവും ഉണ്ടാക്കാനും ആലങ്കാരികതയിലും വാചാടപത്തിലും അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനും കുറെ പച്ചച്ചായം പൂശാനും പച്ചക്കൊടി കെട്ടാനും കുറെ ചിന്താബോധ വിളിക്കാനുമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടോ എന്ന് കാലം നമ്മോട് ചോദിക്കുകയാണ്. അതൊരു മറുപടി കാലം പ്രതീക്ഷിക്കുകയാണ്. ആ മറുപടിയാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും ചെയ്യാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടുള്ളത്. കാരണം വാട്സപ്പ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വലിയൊരു അനുഗ്രഹമാണ്. അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും 2 മുഖങ്ങളുണ്ടാകും. അതിലൊന്ന് പോസിറ്റീവും മറ്റൊന്ന് നെഗറ്റീവുമാണ്. ഏത് അനുഗ്രഹമായിരുന്നാൽ പെട്രോൾ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്. അതുകൊണ്ടാണ് ലോകം ചലിക്കുന്നത്. അതുകൊണ്ട് ലോകത്തെ കത്തിച്ചാമ്പലാക്കാൻ നമുക്ക് പറ്റും. കത്തി മറ്റൊന്നാണ്, ഒരായുധമാണ്, അനുഗ്രഹമാണ്. അതുകൊണ്ട് നമുക്ക് പച്ചക്കറി വെട്ടാം, അതുകൊണ്ട് മനുഷ്യനെ കുത്തിക്കൊല്ലാം. ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു ഉപകരണമാണ്, അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. അത് നമുക്ക് പാലൊഴിച്ച് കുടിക്കാം, കള്ളൊഴിച്ച് കുടിക്കാം. അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങൾക്കും 2 മുഖങ്ങളുണ്ടാകും. വാട്സപ്പ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ നവമാധ്യമം അള്ളാഹുവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. ആ അനുഗ്രഹത്തെ പോസിറ്റീവായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ വലിയ കൂലിയുള്ള കാര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോഷ്യൽ മീഡിയയുടെ അനന്തമായിട്ടുള്ള ഈ സാധ്യതകളെ നല്ല രീതിയിലേക്ക് ചാനലൈസ് ചെയ്ത് വിട്ട് സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ അവരുടെ സമക്ഷത്തേക്ക് സമർപ്പിക്കാനുള്ള നിങ്ങളുടെ ഈ വലിയ ശ്രമം അള്ളാഹു കബൂൽ ചെയ്യട്ടെ നാമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം പറയുന്നത് പോലെ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും അങ്ങനെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മനസ്സിന്റെ മണിച്ചപ്പിൽ അതിനോടുള്ള ആവേശവും ആരവവും അടങ്ങാതെ കാത്തു സൂക്ഷിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്നുകൂടെ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വ്യത്യാസമുള്ളവരാണ് എന്ന് ഞാൻ പറഞ്ഞത് സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിക്കുമ്പോൾ തന്നെ അവന്റെ വലതു ചെവിയിൽ ബാങ്കും ഇടതു ചെവിയിൽ ഇഖാമത്തും ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അത് ഒരു അടയാളമാണ്. ജനിക്കുമ്പോൾ തന്നെ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവനാണ് സത്യവിശ്വാസി. മരിച്ചു കഴിഞ്ഞാലുള്ള ഒരു നമസ്കാരം, ആ നമസ്കാരത്തിന് ബാങ്കും കാമത്തുമില്ല. ജനിക്കുമ്പോൾ തന്നെ മരണത്തെ ഉറപ്പിച്ച് മരണസമയത്ത് നമസ്കരിക്കുന്ന നമസ്കാരത്തിന് വേണ്ടിയുള്ള ബാങ്കും കാമത്തും ഇരുചെവികളിലും കൊടുത്തു വെക്കുന്ന സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ രീതിയിലുള്ള ചലനങ്ങളിലും അത്യന്താപേക്ഷിതമായും മതം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. രാഷ്ട്രീയവും അതിൽ നിന്ന് വ്യത്യസ്തമല്ല, രാഷ്ട്രീയവും അതിൽ നിന്ന് മുക്തമല്ല. അവന്റെ രാഷ്ട്രീയത്തിനും വ്യക്തമായ മതമുണ്ടായിരിക്കണം എന്ന് നമ്മൾ ആമുഖമായിട്ട് അറിയുക. പ്രിയപ്പെട്ടവർ, ഈ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് മുസ്ലിം ലീഗിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1948 ഉണ്ടായിട്ടുള്ളതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന നമ്മുടെ പാർട്ടി. അതിനു മുൻപ് സർവേന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയിൽ നിലനിന്നിരുന്നു. രാഷ്ട്രം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം വിഭജിക്കപ്പെട്ടു, പാകിസ്ഥാൻ അങ്ങോട്ടേക്ക് പോയി. അതിനുശേഷം ഇന്ത്യയിൽ പുതിയ ഭരണഘടന നിലവിൽ വന്നു. ആ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് പ്രവർത്തിക്കുന്ന സംഘശക്തിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഭരണഘടന വളരെ വ്യക്തമായിട്ട് കൊടുക്കുന്ന ഒരു അവകാശവും അധികാരവുമുണ്ട്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വയം സംഘടിക്കാനും അവരുടെ അവകാശങ്ങൾ സമാധാനപരമായിട്ടുള്ള ജനാധിപത്യ മാർഗത്തിലൂടെ നേടിയെടുക്കാനുമുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പു നൽകുന്നതാണ്. ആ അവകാശത്തിന്റെ ഓരം ചേർന്ന് നിന്നുകൊണ്ടാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനം പൂർവ്വസൂചികൾ പടുത്തുയർത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ പ്രസ്ഥാനത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഞാൻ മുകളിൽ പറഞ്ഞ കാര്യം, സത്യവിശ്വാസിയുടെ രാഷ്ട്രീയത്തിന് മതമുണ്ടാവണമെന്ന വിഷയം മുസ്ലിം ലീഗ് കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ, കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിന് നമ്മൾ അവലംബമാക്കേണ്ടത് എന്തിനെയാണ്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഭരണഘടനയെയാണ്. പലപ്പോഴും നമ്മുടെ വിഷയം നമ്മൾ മുസ്ലിം ലീഗിനെ കുറിച്ച് അറിയുകയും പഠിക്കുകയും ചെയ്യുക, നമ്മുടെ നാട്ടിന് പുറത്തെ ആരെങ്കിലും നോക്കിയിട്ട്, ഏതെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റിനെ, സെക്രട്ടറിയെ നോക്കിയിട്ട് മുസ്ലിം ലീഗിനെ വിലയിരുത്താൻ നിന്നാൽ നമ്മുടെ ഇപ്പോഴുള്ള മുസ്ലിം സമൂഹത്തെ നോക്കിയിട്ട് ഇസ്ലാമിനെ വിലയിരുത്തുന്നത് പോലെ ആവാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായിട്ടുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്താൽ, ഇസ്ലാം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തുമാണ്. അത് വെച്ച് വേണം ഇസ്ലാമിനെ നമ്മൾ വിലയിരുത്താൻ. അതുപോലെ മുസ്ലിം ലീഗിനെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ, അതിൽ പ്രവർത്തിക്കാൻ നമ്മൾ താല്പര്യം കാണിക്കുമ്പോൾ, അതിൽ പ്രവർത്തിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഭരണഘടന മനസ്സിലാക്കിയിട്ട് അതിൽ പ്രവർത്തിക്കണം എന്നുള്ളതാണ് പച്ചയായിട്ടുള്ള പരമാർത്ഥം. നമ്മൾ മുസ്ലിം ലീഗിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ 48 അതുണ്ടായിട്ടുള്ള സാഹചര്യം ഒന്ന്, രണ്ടാമത്തേത് അത് ഉണ്ടാക്കിയിട്ടുള്ള നേതാക്കന്മാർ, മൂന്നാമത്തേത് അത് ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ, ആദർശങ്ങൾ, അതായത് മുസ്ലിം ലീഗിന്റെ ഭരണഘടന, നാലാമത്തത് അത് ഉള്ളത് കൊണ്ട് അത് ഉള്ളയിടങ്ങളിൽ മുസ്ലിം സമൂഹത്തിനുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ, അഞ്ചാമത്തത് അതില്ലാതിടങ്ങളിൽ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. ഈ 5 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഇടകേറി പരിശോധിക്കണം മുസ്ലിം ലീഗിനെ മനസ്സിലാക്കുമ്പോൾ. അങ്ങനെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കണോ വേണ്ടേ എന്ന് ആലോചിക്കാൻ സാധിക്കുകയുള്ളൂ. മുസ്ലിം ലീഗ് ഉണ്ടായിട്ടുള്ള സാഹചര്യം ഏതാണ് നിങ്ങൾ നോക്കിയേ. 1948 എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിശബ്ദമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. 1792 മുതൽ 1922 വരെ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു. 1792 മുതൽ നമ്മുടെ നാട് ഭരിച്ചിരുന്ന ടിപ്പു സുൽത്താനാണ്. അതുവരെ ഭരിച്ചിരുന്ന ടിപ്പു സുൽത്താനാണ്. അതുകൊണ്ട് ഒരു പ്രയാസവും ആർക്കും ഉണ്ടായില്ല, നീതിമാനായിട്ടുള്ള ഭരണാധികാരി. അതിനുശേഷം ടിപ്പുവിനെ ഒറ്റുകൊടുത്ത് അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം, മിർ ജാഫർ എന്നാൽ ഒറ്റുകൊടുക്കപ്പെട്ട് അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിരുന്നു. 21 കാലഘട്ടത്തിലുള്ള ലഹളയും കാര്യങ്ങളും ഒക്കെ നമുക്കറിയാം. വെറുതെ അയ്യാൻ പച്ചകളെ പോലെ പൊട്ടിത്തെറിക്കാനും മരിച്ചു വിടാനും മാത്രം വെച്ചിക്കപ്പെട്ട ഒരു ജനസമൂഹമായി മുന്നും പിന്നും നോക്കാതെ നടന്നിരുന്ന ഒരു ജനസമൂഹം എന്ന നിലയിൽ അവരെ മാറ്റിയെടുക്കുന്നതിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. 21 ശേഷമാണ് കൃത്യമായിട്ട് നമ്മുടെ കേരള സംസ്ഥാനത്ത് സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ വരവുണ്ടാകുന്നത്. സർവേന്ത്യ മുസ്ലിം ലീഗ് കടന്നു വന്നതിന് ശേഷമാണ് എന്നും കലാപം മാത്രം ശീലിച്ചിരുന്ന മലബാറിലെ മുസ്ലിങ്ങൾ, കേരളത്തിലെ മുസ്ലിങ്ങൾ ശേഷം മലബാറിലെ മുസ്ലിങ്ങളുടെ മനസ്സിൽ ഒരു വീണ്ടും വിചാരം ഉണ്ടാകുന്നത്. അത് പൂർണ്ണമായും ഉറക്കുന്നത് 48 ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം ശക്തമായതിനു ശേഷമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിം ലീഗ് ഉണ്ടായിട്ടുള്ള സാഹചര്യം 1948 നിങ്ങൾ നോക്കിയേ. രാഷ്ട്രം വിഭജിക്കപ്പെട്ട് മുസ്ലിം എന്ന് പറഞ്ഞാൽ വിഭജനത്തിന്റെ വിധാതാവ്, രാജ്യത്തെ വിട്ടുമുറിച്ചവൻ എന്ന് 8 ദിക്കും വിളിച്ചു പറയുന്ന ഒരു സന്ദർഭം. മുസ്ലിമായി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു സാഹചര്യം ഇന്ത്യയിൽ. ആ സന്ദർഭത്തിലാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഖായിദ മില്ലത്ത് ഉണ്ടാക്കുന്നത്. 48 ജനുവരിയിൽ ഗാന്ധിജി കൊല്ലപ്പെടുന്നത് തൊട്ട് മുൻപേ 47 ഡിസംബർ മാസം 14-ാം തീയതിയാണ് സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ അവസാനത്തെ കൗൺസിൽ കറാച്ചിയിൽ ചേരുന്നത്. ആ കൗൺസിൽ വെച്ചാണ് പാകിസ്ഥാനിലേക്ക് കുറെ ആളുകൾ പോകുന്നതും നമ്മൾ ഇങ്ങോട്ട് പോരുന്നതും തീരുമാനമാകുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ഖായിദ മില്ലത്തിന്റെ മനസ്സിൽ മുഴുവൻ ഇന്ത്യയുടെ ഭരണഘടനയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആർക്കും ഭംഗിയായിട്ട് ജീവിക്കാൻ പോകുന്ന ഒരു ഭരണഘടന ഉണ്ടായിരുന്നു നമുക്ക്. ആ ഭരണഘടന ഉള്ളിടത്തോളം കാലം ഒരു പാകിസ്ഥാനിൽ പോവാതെ ഭംഗിയായിട്ട് ഇന്ത്യയിൽ ജീവിക്കാൻ സാധിക്കുമെന്ന ചിന്തയാണ് ആ വലിയ മനുഷ്യനെ 4 കോടി മുസ്ലിം ജനസമൂഹവുമായി ഇന്ത്യയിൽ തന്നെ നിൽക്കാൻ പ്രേരിപ്പിച്ചത് എന്ന പച്ചയായ പരമാർത്ഥം നമ്മൾ തിരിച്ചറിയണം. കാരണം എന്താണ്? ആ ഭരണഘടന ഉണ്ടാക്കിയിട്ടുള്ളതിൽ വളരെ പ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട് സർവേന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന മുസ്ലിം ഭൂരിപക്ഷമുള്ള മുസ്ലിം സമൂഹത്തിന് വേണ്ടി നിലക്കൊണ്ടിരുന്ന ഇന്ത്യയിലെ അവിഭക്ത ഇന്ത്യയിലെ പാർട്ടി. അതിന്റെ ഭാഗമായിരുന്നു ഖായിദ മില്ലത്ത്.
ഖൈദമില്ലത്തിനെ പോലെ, ബീഗം ഹജാസു റസൂലിനെ പോലെ, ചൗധരി ഖലിഖുസമാനെ പോലെ, അസത്ത് മൊഹാനിയെ പോലെ, PM മുഹമ്മദ് ഇബ്രാഹിം സാഹിബിനെ പോലെ, ഫഖർ സാഹിബിനെ പോലെ വളരെ ദീർഘദൃക്കുകളായിട്ടുള്ള വലിയ വലിയ നേതാക്കന്മാരുണ്ടായിരുന്നു ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ. ആ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ അതിന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിട്ട് ഉള്ള ആൾ BR അംബേദ്കർ ആണ് എന്ന കാര്യം നമുക്കൊക്കെ അറിയാം. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് അവരോധിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അങ്ങനെ വഹിച്ച നേതാവാണ് ഖൈദമില്ലത്ത്. നല്ല ബുദ്ധിയുള്ള, വിവരമുള്ള, എല്ലാം കൊണ്ടും ശേഷിയും ശേമുഷിയും ഊർജ്ജവും ഊർജ്ജസ്വലതയുമുള്ള ഒരു നേതാവ് എന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് അദ്ദേഹം കടന്നു വരണം നിർബന്ധമാണ്. പക്ഷെ വരണമെങ്കിൽ ഇന്ന് രാജ്യസഭയിലേക്ക് ആളുകൾ പോകുന്നത് പോലെ സംസ്ഥാന നിയമസഭകളിൽ നിന്ന് വേണം ആളുകൾ കടന്നു വരാൻ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ. അപ്പൊ അതിനുവേണ്ടി അദ്ദേഹത്തെ കോൺഗ്രസ് മത്സരിപ്പിച്ചു മദ്രാസി നിയമസഭയിൽ നിന്ന്. പക്ഷേ അദ്ദേഹം ജയിച്ചില്ല. കാരണം പിന്നോക്കക്കാരനാണ്, അദ്ദേഹം തോറ്റുപോയി. പിന്നെ അദ്ദേഹത്തെ കൊണ്ടുവന്ന് നിർത്തി മധ്യേന്ത്യയിൽ മഹാരാഷ്ട്രയിൽ. അവിടെയും സവർണ ഗോസായിമാർ അദ്ദേഹത്തെ ജയിക്കാൻ സമ്മതിച്ചില്ല. ഇതൊക്കെ നോക്കിക്കാണുന്ന ഒരാളുണ്ടായിരുന്നു, മഹാനായ ഖൈദമില്ലത്ത്. 1946 വർഷം. ഇന്ത്യയിൽ ഉള്ളത് മൊത്തം 12 സംസ്ഥാനങ്ങൾ. 7 സംസ്ഥാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിക്കുന്നു. 5 സംസ്ഥാനങ്ങൾ ഇന്ത്യൻ യൂണിയൻ സർവേന്ത്യ മുസ്ലിം ലീഗ് ഭരിക്കുന്നു. ഇന്ത്യൻ യൂണിയനിലെ സർവേന്ത്യ മുസ്ലിം ലീഗ് ഭരിക്കുന്നു. അങ്ങനെ 2 സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്നയിടത്ത് നിന്ന് മത്സരിപ്പിച്ചു. പക്ഷേ പരാജയപ്പെട്ടു പോയ BR അംബേദ്കർ എന്ന് പറയുന്ന വളരെ പ്രമുഖനായ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിത്വത്തെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് കൊണ്ടുവരുന്നത് മുസ്ലിം ലീഗ് ഭരിക്കുന്ന ബംഗാളിൽ നിന്നാണ്. ബംഗാളിലെ അന്നത്തെ പ്രധാനമന്ത്രി എന്നാണ് പറയുക, മുഖ്യമന്ത്രിയല്ല. അദ്ദേഹത്തെ വിളിച്ച് ഖൈദമില്ലത്ത് പറയുന്നു അംബേദ്കർ അവിടെ നിന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് എത്തിക്കണം എന്നുള്ളത്. അങ്ങനെ സുഹൃതവർദ്ധിയോട് പറഞ്ഞ് അദ്ദേഹത്തെ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവന്ന അംബേദ്കറാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആകുന്നത്. ആ സമിതിയുടെ നാവും നാരായ വേരും അദ്ദേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ഖൈദമില്ലത്തടക്കമുള്ള മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾക്ക്, സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ പ്രതിനിധികൾക്ക് ഒരുപാട് വിഷയങ്ങൾക്ക് എളുപ്പമുണ്ടായി. ഇന്ത്യയെ മതന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ മുസ്ലിം സമൂഹത്തിന്റെ അർഹമായിട്ടുള്ള അവകാശങ്ങൾ അധികാരവർഗത്തിന് മുഖത്ത് നോക്കി അർജവത്തോടെ പിടിച്ചു വാങ്ങാൻ സാധിക്കുന്ന രൂപത്തിലുള്ള വകുപ്പുകളും കാര്യങ്ങളും ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി ചേർക്കുന്നതിൽ വലിയ സഹായമാണ് അംബേദ്കറുടെ ഭാഗത്ത് നിന്ന് ഖൈദമില്ലത്തിന് ഉണ്ടായത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഭരണഘടന എന്ന് പറയുമ്പോൾ ഇന്ന് മോഡി പേടിക്കുന്നത് ആ ഭരണഘടനയെയാണ്. ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ എന്നും ഭയപ്പെട്ട ചില സാന്നിധ്യങ്ങളുണ്ട്. ഒന്നാമത്തെ സാന്നിധ്യം ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യമാണ്. 23-ൽ മദൻ മോഹൻ മാളവ്യയിലൂടെ 2 രാഷ്ട്രത്തിന്റെ ദുരാഷ്ട്രവാദത്തിന്റെ വിത്തുകൾ പാകിയിട്ട് ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ അതില്ലാതെ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം 1925-ൽ വന്ന RSS ആണ് അത് ശക്തമായി ഹിന്ദു ഐക്യവേദിയിലൂടെ 2 രാഷ്ട്രങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടത്. രണ്ടാമത്തേത്, അവർ എന്നും ഭയപ്പെട്ട സാന്നിധ്യമായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവ്. ഉമറിന്റെ ഭരണമാണ് ഇന്ത്യക്ക് ഉചിതമെന്ന് പറഞ്ഞ ന്യായാധിപനും നീതിമാനായിട്ടുള്ള ഭരണാധികാരി ആവണം രാജ്യം ഭരിക്കേണ്ടത് എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയായിരുന്നു രണ്ടാമത്തെ അവർ ഭയന്ന സാന്നിധ്യം. അദ്ദേഹത്തിന്റെ ജീവൻ സാന്നിധ്യം മാത്രമല്ല, ഇന്ന് അദ്ദേഹത്തിന്റെ ഫോട്ടോ പോലും മോഡി ഭയക്കുകയാണ്. ഫോട്ടോയെ പോലും ഖാദിയുടെ ബ്രാൻഡായിട്ടുള്ള ഡയറിയിൽ നിന്നും കലണ്ടറിൽ നിന്നും അദ്ദേഹത്തിന്റെ പേരെടുത്തു മാറ്റി. ഇന്നാണ് പറഞ്ഞത് അനിൽ വിജ് എന്ന് പറയുന്ന ഹരിയാനയിലെ BJPയുടെ മന്ത്രി പറഞ്ഞത് ഗാന്ധിജിയേക്കാൾ നല്ല ബ്രാൻഡ് മോഡിയാണ് എന്ന്. പച്ചയ്ക്കൊരുളുപ്പമില്ലാതെ സങ്കോചമില്ലാതെ ഒരു രാഷ്ട്രപിതാവിനെ അങ്ങേയറ്റം അപഹേളിക്കുന്ന രൂപത്തിലുള്ള വർത്തമാനമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിയുടെ സാന്നിധ്യം ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ ഭയന്നിരുന്നു. അദ്ദേഹത്തെ 1948-ൽ അവർ കൊന്നു. പിന്നെ അവർ ഭയക്കുന്ന സാന്നിധ്യമാണ് ഇന്ത്യയുടെ ഭരണഘടന. ആ ഭരണഘടന ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനവും അതിന്റെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരുമാണ്. അപ്പൊ ആ ഭരണഘടനയിൽ മുസ്ലിം സമൂഹത്തിന് അനുകൂലമായിട്ടുള്ള ഒരുപാട് ആർട്ടിക്കിളും വകുപ്പുകളും ഉണ്ട്. മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത്. ആ ഭരണഘടന ഇല്ലാതാക്കാൻ വേണ്ടിയാണ് മോഡി ഈ കളി മുഴുവൻ കളിച്ച് കൊണ്ടിരിക്കുന്നത്. RSSന്റെ തിപ്പൂരം നാഗ്പൂരിൽ നിന്ന് വാങ്ങിയിട്ട് ആ ഭരണഘടനയാണ് ഖൈദമില്ലത്തിനെ ഇന്ത്യയിൽ നിലനിർത്താൻ പ്രേരിപ്പിച്ചത് എന്ന സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ തിരിച്ചറിയണം. ആ ഭരണഘടനയ്ക്ക് അനുഗുണമായ തീരുമാനങ്ങൾ എടുക്കാനും അതിൽ പറയുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുമുള്ള പോരാട്ടത്തിലായിരുന്നു കഴിഞ്ഞ 68 വർഷക്കാലം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് നമ്മൾ ഞാൻ പറഞ്ഞു. 47 ഡിസംബറിലാണ് സർവേന്ത്യ മുസ്ലിം ലീഗിന്റെ അവസാന കൗൺസിൽ കറാച്ചി ചേരുന്നതും അവിടെ നിന്ന് വേർപിരിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് പോരുന്നത്. വന്നതിനു ശേഷം 48 ജനുവരി അടുത്ത മാസം, ആ മാസം 30-ാം തീയതിയാണ് ഗാന്ധിജി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവിനെ RSSകാർ കൊന്നുകളയുന്നത്.
1932 വരെ RSSന്റെ സജീവ പ്രവർത്തകരായിരുന്ന ആളുകൾ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകന്മാരായിട്ടാണ് അറിയപ്പെടുന്നത്. അവരാണ് നത്രാം ഗോഡ്സെയും നാരായണ ആപ്തയും ഗാന്ധിജിയെ കൊല്ലുന്നത്. ആ ഗാന്ധിജിയെ കൊന്നതിനു ശേഷം 48 ജനുവരി 30 തന്റെ സന്തത സഹചാരികളായിട്ടുള്ള മനുവിന്റെയും ആഭയുടെയും തോളിൽ കൈവച്ച് ബിർള മന്ദിരത്തിന്റെ തിരുമുറ്റത്തേക്ക് പ്രാർത്ഥനാ യോഗത്തിന് വേണ്ടി കടന്നു ചെല്ലുന്ന ഗാന്ധിജിയെ ആളുകൾ വിളിച്ച് പുകഴ്ത്തുകയാണ് ബാപ്പുജി ബാപ്പുജി എന്ന്. ആളുകൾ മർമ്മരം മുഴക്കുകയാണ് ബാപ്പുജി എന്ന്. ആ മർമ്മരം അവിടെ കൂടി നിന്ന 2 ചെറുപ്പക്കാരുടെ കാതുകളിലേക്ക്, കർണപുടങ്ങളിലേക്ക് അലിയോലിയായി ചെന്ന് പതിച്ചു. ഒട്ടും അമാന്തിച്ചില്ല. അവരുടെ ബലിഷ്ഠമായ കരങ്ങൾ ജീൻസിന്റെ കിശയിലേക്ക് ആഴ്ന്നിറങ്ങി. കൈ പുറത്തെടുക്കുമ്പോൾ വെറും കൈയായിരുന്നില്ല, കയ്യിൽ എക്സിബിറ്റ് 39 പിസ്റ്റളും ഉണ്ടായിരുന്നു. 3 തവണ കാഞ്ചി വലിച്ചു. അഹിംസയുടെ വിനീതനായ പ്രവാചകൻ പറമ്പരെ പോലും ദ്രോഹിക്കാതെ തന്റെ രാഷ്ട്രക്കാർ മുഴുവൻ വസ്ത്രമുടുക്കുന്നത് വരെ ഞാൻ പൂർണ്ണമായും വസ്ത്രമുടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്ത ഒരാട്ടത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ബലിക്കലിൽ തന്റെ ജീവിതത്തെ ആഹൂതി ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വന്ന അഹിംസയുടെ വിനീതനായ പ്രവാചകനെ ഇന്ത്യയിൽ RSSകാർ കൊന്നുകളഞ്ഞു. എന്നിട്ട് RSS വിളിച്ചു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഗാന്ധിജിയെ കൊന്നത് മുസ്ലിംകളാണ്. വളരെ അശബ്ദമായിരുന്നു ആ സന്ദർഭം. കാരണം എന്താണ്? രാഷ്ട്രത്തെ വിഭജിച്ചത് മുസ്ലിങ്ങളാണ് എന്ന് അതിനു മുൻപേ ഫാസിസ്റ്റുകൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയോട്. അതിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സമൂഹം. രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറെ ത്യാഗം സഹിച്ചവരാണ് നമ്മൾ. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ബ്രിട്ടീഷുകാരുടെ ഒരുക്കദ്രംട്ടകൾക്ക് മുൻപിൽ ശാന്തിമന്ത്രം മുരക്കടിച്ചാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല നമ്മൾ സ്വാതന്ത്ര്യം നേടിയത്. പരശരം രക്തസാക്ഷികളുടെ ഹൃദയഭിത്തിയും മത്തകവും വളർന്ന് ചാലിട്ടൊടുകിയ രക്തപ്പുഴകളിൽ നീന്തുതുടിച്ചാണ് നമ്മുടെ രാഷ്ട്രം സ്വാതന്ത്ര്യത്തിന് സ്വപ്നതീരമണഞ്ഞത്. ആ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ആരെക്കാളും വലിയ പങ്ക് വഹിച്ചവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. ആ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അവരുടെ ഭാവി പ്രകാശമാനമായിരുന്നില്ല. അവരുടെ ദിനങ്ങൾ ഏറെ കറുത്തതായിരുന്നു. ലോകത്തിലെ ഏതെങ്കിലും ഒരു നദിയുടെ ജലത്തിന്റെ ഉപ്പുരസം മനുഷ്യന്റെ നിണം ചേർന്ന് കൂടിയിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ ഗംഗാ നദിയാണ്. അത് മുസ്ലിമിന്റെ നിണം ചേർന്നിട്ടായിരുന്നു. ലോകത്തിലെ ഏതെങ്കിലും ഒരു നദിയുടെ ഒഴുക്ക് മനുഷ്യന്റെ കബന്ധങ്ങൾ കൊന്നുകൂടി തടയപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് ഇന്ത്യയിലെ കൽക്കത്തയിലെ ഹുബ്ലി നദിയാണ്. അവിടെയും മുസ്ലിമിന്റെ കബന്ധങ്ങളായിരുന്നു. അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒരുപാട് വിലപ്പെട്ട ജീവനുകളെ അതിന്റെ ബലിക്കലിൽ ആഹുതി ചെയ്തു എന്ന തെറ്റ് മാത്രമാണ് അവർ ചെയ്തത്. പക്ഷെ രാഷ്ട്രത്തെ വിഭജിച്ചു എന്ന കുറ്റം അവരുടെ തലയിൽ ചാർത്തി അവർക്കെതിരെ നരനായാട്ട് നടത്തുകയായിരുന്നു ഇവിടെയുള്ള അധികാരവർഗവും ഇവിടെയുള്ള വർഗീയവാസികളും. ആ കൂട്ടത്തിലാണ് രാഷ്ട്രപിതാവിനെ കൊന്നു രാഷ്ട്രത്തെ വിഭജിച്ചു എന്ന് പറയുന്ന പാപം ഇല്ലാതെ ആരോപിക്കപ്പെട്ട് അടിച്ചമർത്തപ്പെടുന്ന ഒരു ജനതയുടെ മുന്നിലേക്കാണ് വീണ്ടും രാഷ്ട്രത്തിന്റെ രാഷ്ട്രപിതാവിനെ കൊന്നു എന്ന് പറയുന്ന ഒരു വലിയ അപരാധം കൂടി ചാർത്തപ്പെടുന്നത്. പിന്നീട് കലാപങ്ങൾ ആരംഭിക്കുകയാണ്. പക്ഷെ അന്ന് വൈകുന്നേരം തന്നെ 7 മണിക്ക് ആകാശവാണിയിലൂടെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ വിളിച്ചു പറഞ്ഞു, ഗാന്ധിജിയെ കൊന്നത് മുസ്ലിങ്ങളല്ല, ഹിന്ദു മതഭ്രാന്തന്മാരാണ്, ആളെ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അല്പം ശമനമുണ്ടായത്. പക്ഷേ നല്ലൊരു ഭരണഘടനയുണ്ട്. മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ മാത്രം പോകുന്ന ഒരു ഭരണഘടനയാണ് ഭരണഘടന. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടെന്ത് കാര്യം? അത് അനുഭവഭേദ്യമാക്കി തരാൻ ആരുണ്ട് ഇവിടെ എന്ന ചോദ്യം കായികനിലത്തിനെ വല്ലാതെ വലയ്ക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അദ്ദേഹം 1948 ഫെബ്രുവരി മാസം 12 മൗണ്ട്ബാറ്റൻ പ്രഭുവിനെയും ജവഹർലാൽ നെഹ്റുവിനെയും കാണുന്നത്. കണ്ടിട്ട് പറയുന്നു, ഞങ്ങൾക്ക് ഭരണഘടനയുണ്ട്, നല്ല ഭരണഘടന. പക്ഷേ ആ ഭരണഘടനയിലുള്ള അവകാശങ്ങളും അധികാരങ്ങളും അനുഭവവേദ്യമാവണമെങ്കിൽ അത് ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ മുസ്ലിം ലീഗിനെ ഇന്ത്യയിൽ പുനരുജ്ജീവിപ്പിക്കാൻ പോകുന്നു, ഞങ്ങളുടേതായ ഒരു പാർട്ടിയെ. ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് ഉറപ്പ് തരുന്നുണ്ട് അങ്ങനെ സംഘടിക്കാമെന്ന്. ഇത് പറഞ്ഞപ്പോൾ മൗണ്ട്ബാറ്റൻ പ്രഭു ചോദിച്ച ചോദ്യം, മിസ്റ്റർ ഇസ്മായിൽ, സ്റ്റിൽ ഇൻ ഇന്ത്യ മുസ്ലിം ലീഗ് എന്നുള്ളതാണ്. ഓ മൈ ഗോഡ് എന്ന് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ നെഹ്റുവും ഇസ്മായിൽ സാഹിബിനെ പിന്തിരിപ്പിക്കാൻ ആവത് ശ്രമിച്ചു. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ ഇന്ത്യയിൽ ഉണ്ടാക്കിയാൽ എന്നും വിഷയങ്ങളായിരിക്കും ഇസ്മായിൽ. അതുകൊണ്ട് അതിന് നിങ്ങൾ നിൽക്കരുത്, നിങ്ങൾ കഴിവുള്ള ആളാണ്, നിങ്ങൾ അങ്ങേയറ്റം ആദരിക്കപ്പെടേണ്ട ആളാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വല്ലാതെ പ്രലോഭിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സന്ദർഭം നമ്മൾ ചരിത്രത്തിന്റെ ഇടനാഴികളിൽ കാണുകയാണ്. ഇസ്മായിൽ സാഹിബിനോട് നെഹ്റു പറഞ്ഞു, നിങ്ങൾ കഴിവുള്ള ആളാണ്, നിങ്ങളെ നാം വേണമെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാം. കൂടെയുള്ള പോക്കർ സാഹിബിനെ ചൂണ്ടിട്ട് പറഞ്ഞു, കഴിവുള്ള നിയമജ്ഞനാണ്, നിങ്ങളെ വേണമെങ്കിൽ രാജ്യത്തിന്റെ നീതിപീഠത്തിന്റെ പരമോന്നത സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാം. പക്ഷേ ഇവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അങ്ങനെ ഒരു ഇസ്മായിലും ഒരു പോക്കറും
ഈ രീതിയിൽ വ്യക്തിപരമായി ഉയർന്നു വന്നതുകൊണ്ട് എന്റെ സമുദായത്തിന് എന്ത് കിട്ടും എന്ന ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന വിഷയങ്ങൾ തന്റെ സമുദായത്തിന് അനുഭവവേദ്യമാവാൻ അത് വാങ്ങിക്കൊടുക്കാൻ ഒരു സംഘടനയില്ല എങ്കിൽ മറ്റാരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയ്ക്ക് പിന്നെ ആരുണ്ടാവും എന്നതായിരുന്നു ചോദ്യം. നെഹ്റു പറഞ്ഞു, ഞങ്ങളുണ്ട് കോൺഗ്രസ്. ഇസ്മായിൽ സാഹിബ് മറുപടി പറഞ്ഞു, നിങ്ങളുള്ള കാലത്ത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷേ നിങ്ങളില്ലാത്ത കാലത്ത് നിങ്ങളും മരിക്കും, ഇസ്മായിലും മരിക്കും, പിന്നെ ആരുണ്ടാവും എന്ന ചോദ്യത്തിന് മറുപടി ഉണ്ടായിരുന്നില്ല. 1948 നിന്നുകൊണ്ട് 1992 നരസിംഹറാവുവിനെ ദീർഘദർശനം ചെയ്തു മഹാനായ ഖായിദ് മില്ലത്ത്. അങ്ങനെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കാതിരിക്കാനുള്ള സകലമാന പ്രലോഭനങ്ങൾക്കും മുന്നിൽ വശംബദ്ധരാവാതെ പൂർണ്ണമായ ഉറച്ച മനസ്സോടുകൂടി ഖായിദ് മില്ലത്ത് മുസ്ലിം ലീഗ് ഉണ്ടാക്കാൻ തീരുമാനിക്കുകയാണ്. അവസാനം ആ പേര് മാറ്റിക്കൂടെ എന്ന ചോദ്യം വന്നപ്പോ അതിനും ഞാൻ തയ്യാറല്ല, കാരണം എന്റെ സമുദായത്തിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ അത് വേണ്ടെന്ന് പറയാൻ ഞാൻ ആര് എന്ന ചോദ്യമാണ് ഖായിദ് മില്ലത്ത് ചോദിച്ചത്. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാക്കാൻ ഖായിദ് മില്ലത്ത് തീരുമാനിക്കുന്നത്. ഉടനെ തന്നെ 48 മാർച്ച് മാസം 10-ാം തീയതി ഇന്ത്യയിൽ അവശേഷിക്കുന്ന മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാർ, പഴയ സർവേന്ദ്ര മുസ്ലിം ലീഗിന്റെ കൗൺസിലർമാരുടെ യോഗം വിളിക്കുകയാണ്. മദ്രാശിയിൽ അന്നത്തെ രാജാജി ഹാളല്ല, ബാങ്കറ്റ് ഹാളാണ്. പിന്നീട് രാജാജിക്ക് ശേഷമാണ് അത് രാജാജി ഹാളായി മാറിയത്. അവിടെ യോഗം വിളിച്ചു. മൊത്തമുള്ള ആളുകൾ 147 പേർ പങ്കെടുക്കണം, കൗൺസിലർമാർ. എല്ലാ ആളുകളെയും വിളിച്ചു. പക്ഷെ പങ്കെടുത്ത ആളുകൾ വെറും 30 പേരാണ്. 13 പേർ